ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയായ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുരുമുളകൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബീഫ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, കറിവേപ്പില, 2 പച്ചമുളക്, ഒരു ചെറിയൊരു തക്കാളിയുടെ പകുതി, വലുതാണെങ്കിൽ 1/4 ഭാഗം മതി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 750 ഗ്രാം ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ആദ്യം ഒന്ന് ബീഫ് മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ബീഫിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതൊരു അരമണിക്കൂർ നേരമെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാവുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്. ഓൾറെഡി നമ്മൾ ബീഫിൽ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്തതാണ്. ഇതിപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ച മണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുക. ഒരു ചെറിയൊരു തക്കാളിയുടെ പകുതി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ഉടയുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് അല്പം മല്ലിയില ചേർക്കാം. ഇപ്പോൾ ഇവിടെ ശരിക്കും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബീഫും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് സിം ആക്കിയിട്ട് വെക്കാം. ഇപ്പോൾ ഇത് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയതായിരുന്നു. പ്രഷറൊക്കെ പോയിട്ടുണ്ടോ തുറന്നു നോക്കാം. നമ്മൾ ബീഫിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അത് ഓൾറെഡി ഇതിൽ ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഞാനിതിപ്പോൾ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഗ്രേവിയൊക്കെ കുറച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.